ഹലോ നമസ്കാരം. ഇതാണ് എൻ്റെ പൊന്നുമോൻ. ഇവനെ കാണണമെന്ന് പല മക്കളും ആവശ്യപ്പെട്ടു. അപ്പം മിനിങ്ങാന്നും ഒരു മോള് പറഞ്ഞപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഉച്ച വരെ ലീവ് ജോലിയുള്ളൂ, ഉച്ച കഴിഞ്ഞ് ലീവ് എടുത്തു, വിഷു ആണല്ലോ. അപ്പോൾ ഈ മോനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ മോൻ്റെ പേര് നിതിൻ എസ് പിള്ളൈ, 30 വയസ്സ് കഴിഞ്ഞു. ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബാങ്ക് കോച്ചിങ്, എംകോം ഫിനാൻസ് ഇത്രയും പഠിച്ച് പാസ്സായതാണ്. പിന്നെ മോനും പറയും. പിന്നെ മോനിപ്പോൾ ജോലി ചെയ്യുന്നത് തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ അലയൻസിലാണ്. അത് ഓഡിറ്ററും അക്കൗണ്ടൻ്റായിട്ടും ജോലി ചെയ്യുന്നു. പിന്നെ മോൻ എന്തെങ്കിലും പറയാം. മോന് ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ട്. മോനെ വീൽ ചെയർ ഡിപ്പെൻഡൻ്റ് ആണ്. ഇപ്പോഴും വീൽ ചെയറിലാണ് കുഞ്ഞിരിക്കുന്നത്. മോൻ നന്നായി നടന്ന കുഞ്ഞാണ്. മോനെ ഒരു 4ാം സ്റ്റാൻഡേർഡ് ആയപ്പോഴാണ് മോനിങ്ങനെ കൈക്കും കാലിനും ഒരു ചരിവ് പോലെ വന്നു. അപ്പോൾ ഞങ്ങൾ മദ്രാസ് അപ്പോളോയിൽ, ഹസ്ബൻഡ് പുറത്ത് വിദേശത്തായിരുന്നു, വന്ന് ഞങ്ങൾ മദ്രാസ് അപ്പോളോയിൽ കുഞ്ഞിനെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു. അപ്പം ഒരു 50,000 രൂപയുടെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ ചെയ്തു. അപ്പം ഒന്ന് ബാംഗ്ലൂരും ഒന്ന് ഡൽഹിക്കും നമ്മളിവർ ബ്ലഡും വെയിനും ഇവരയച്ച റിസൾട്ട് പറ്റുമ്പോൾ ബ്ലഡ് റിലേഷനിൽ 1,00,000 കുട്ടികളിൽ ഒരാൾക്ക് വരുന്ന അസുഖമാണെന്ന് പറഞ്ഞു. അത് ആൺകുട്ടികൾക്ക് വരുത്തുള്ളൂ പറഞ്ഞു. അങ്ങനെ എൻ്റെ മോനെ വന്നതാണ്. പിന്നെ എനിക്ക് മോളുണ്ട്, മോന് ചേച്ചിയുണ്ട്. അവർ സൗദി അറേബ്യ സെറ്റിലാണ്. 2 പേരക്കുട്ടികളുണ്ട്, നക്ഷത്ര, നവമി. മോൻ്റെ പേര് നിതിൻ എസ് പിള്ളൈ. എൻ്റെ മോടെ ഹസ്ബൻഡിൻ്റെ പേര് എൻ്റെ മോൻ്റെ പേരും നിതിൻ എന്നാണ്. പിന്നെ മോനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയട്ടെ. മോന് കുറേ കഴിവുകളുണ്ട്, അതൊക്കെ മോൻ പറയട്ടെ. അമ്മ പറഞ്ഞു എൻ്റെ പേര് നിതിൻ. ആദ്യം തന്നെ നിങ്ങളോടെല്ലാവരോടും ഒരുപാട് താങ്ക്സ് പറയാനുണ്ട് ഫോർ എൻകറേജിങ്. അപ്പോൾ പട്ടിയെ പിടിക്കാൻ പോകുന്നു നോക്കട്ടെ. നിങ്ങളുടെ ഓരോ കമൻസും നിങ്ങൾ തരുന്ന എൻകറേജ്മെൻറ്റും വളരെ വിലപ്പെട്ടതാണ്. ഓൾമോസ്റ്റ് എല്ലാ കമൻസും എന്നെ കാണിക്കാറുണ്ട്. പിന്നെ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊന്നും പറയാനില്ല. ഞാൻ ഫേസ്ബുക്കിൽ ഒരു റേഡിയോ ജോക്കിയായി വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു 2 വർഷക്കാലം. അതിന് മുന്നേ ട്യൂഷൻ മാസ്റ്ററായിരുന്നു. കുറേ പിള്ളേരുണ്ടായിരുന്നു. പോസ്റ്റ് ഗ്രാജുവേഷൻ പിള്ളേർ വരെ ട്യൂഷൻ എടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ ജോലിയിലേക്ക് കയറുന്നത്. ഇപ്പോൾ 2 വർഷത്തോളം അലയൻസ് വർക്ക് ചെയ്യുന്നു. കൃത്യം പറഞ്ഞാൽ 2 വർഷവും 1 മാസമാവുന്നു. ആൻഡ് ഞാൻ പിന്നെ ഷോർട്ട് ഫിലിംസിലും മ്യൂസിക്കൽ ആൽബത്തിലും സോങ് റൈറ്ററായിട്ട് അവസരം കിട്ടിയിട്ടുണ്ട്. അതിലൊന്ന് ആൽബം നല്ല റീച്ച് കിട്ടിയൊരു ഷോർട്ട് ഫിലിം ആൽബമായിരുന്നു. സോ അതിപ്പോൾ എൻ്റെ ഫ്രണ്ട്സെല്ലാം കൂടി ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത ഒരു ഷോർട്ട് ഫിലിമാണ് 3-4 എണ്ണം. അങ്ങനെ പിന്നെ കുറേ കഥകൾ എഴുതിയിട്ടുണ്ട്. കോളേജിൽ പഠിക്കുന്ന ടൈമിൽ മാഗസീനിൽ കഥകളും കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. ആൻഡ് നമുക്കിനി കൂടുതൽ സംസാരിക്കാം. ഞാനിപ്പം ഹാഫ് ഡേ ലീവ് എടുത്തിട്ടാണ്. അമ്മ പറഞ്ഞു എന്നെ കാണുന്നു നിങ്ങൾ എന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പം പിന്നെ ഇന്ന് വിഷു എന്ന പേരിൽ ഹാഫ് ഡേ ലീവ് നമ്മുടെ ലൈൻ മാനേജർ ചേട്ടനോട് ചോദിച്ചു. പക്ഷേ പുള്ളിക്കാരൻ ഭയങ്കര ഭാവമാണ്, പെട്ടെന്ന് നമുക്ക് ലീവ് സാങ്ഷൻ ചെയ്തു. സോ ഓക്കെ, നമുക്കിനിയും ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് സംസാരിക്കാം. നമുക്ക് ലൈവിൽ വന്ന് തന്നെ ഒരുപാട് സംസാരിക്കാം. നിങ്ങളൊക്കെ പരിചയപ്പെടാൻ സാധിക്കുന്നതിലും അമ്മ ഒരുപാട് ഹാപ്പിയാണ്. ഞാൻ മുന്നേ പറഞ്ഞോട്ട് നിങ്ങളെ എല്ലാവരുടെയും കമൻസിനെ കാണിക്കാറുണ്ട്. അമ്മയോട് ചോദിച്ചപ്പോൾ പറയാം ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പേരെല്ലാം അമ്മയ്ക്ക് ഒത്തിരി അറിയാം. മോളെ ഓർക്കുന്നില്ല, ഞാൻ പറയാം. എനിക്ക് ഒരു അംബികയുണ്ട്, ലക്ഷ്മി സുൽഫിയുണ്ട്, പിന്നെ ഇമാനുവൽ മോനുണ്ട്, ആമ്പിള്ളക്കളും ഒക്കെ ഉണ്ട്. പിന്നെ മിനി സണ്ണുണ്ട്, പിന്നെ നോർക്കട്ടെ സോണിയ തോമസ് ഉണ്ട്, ജ്യോതിയുണ്ട്, അതാണ് പിന്നെ ജ്യോതി ഗോപിദാസ്. ഓക്കെ, അങ്ങനെ ഒരുപാട് മക്കളെ എനിക്ക് ഓർമ്മയുണ്ട്. എപ്പോഴും നിങ്ങളെ ഓർക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് മെസ്സേജൊക്കെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാൻ താമസിക്കണം. എൻ്റെ മോള് സൗദിയിൽ നിന്ന് തന്നെ വിളിച്ചിരിക്കും, അമ്മ എന്താ മെസ്സേജ് കൊടുക്കാഞ്ഞ്, തേണ്ട അവർക്ക് മെസ്സേജ് കൊടുക്കമ്മ എന്നും പറഞ്ഞ്. പിന്നെ ഞാൻ ഈ ചാനൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു വീട്ടമ്മയായിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു എൻ്റെ മുൻ പഞ്ചായത്ത് മെമ്പറായി. പാർട്ടിയിലൊക്കെ ഇപ്പോഴും നല്ല സജീവമായിട്ട് പ്രവർത്തനമൊക്കെ ഉണ്ട്. പിന്നെ ഹൗസ് വൈഫായിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മോനും മോളും കൂടെ എന്നോട് നിർബന്ധിച്ച് അമ്മ ചുമ്മാ ഇരുന്ന് ബോറടിക്കാതെ ഒരു ചാനൽ
ഇടമ്മ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇട്ടു. എനിക്കൊരു 750 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ഞാനങ്ങ് പിന്നെ എനിക്കൊരു അസുഖം വന്നത് ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞല്ലോ, പനിയും ന്യൂമോണിയയും H1N1 ഇതെല്ലാം ബാധിച്ച് കഴിഞ്ഞ ആഗസ്റ്റ് ഓണത്തിനൊക്കെ എനിക്ക് റെസ്റ്റിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്യുകയെന്ന് പറഞ്ഞത്. അപ്പോൾ മോനും മോളും കൂടെയുള്ള അവരുടെ സമ്മർദ്ദത്താലാണ് ഞാൻ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ദൈവാനുഗ്രഹത്താൽ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ട് എനിക്കുണ്ടായി. നിങ്ങളും നല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മക്കളായിട്ടാണ് നിങ്ങളിങ്ങനെ കാണുന്ന വീഡിയോയ്ക്കും നല്ലതെന്ന് കാണുന്നവരെ നിങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതും നിങ്ങളെ ഓരോരുത്തരെ എൻ്റെ പൊന്നുമോനെ തൊട്ട് സമർപ്പിച്ച് ഞാൻ പറയുന്നു, എൻ്റെ ജീവൻ്റെ ജീവനാണ് നിങ്ങൾ. ഞാൻ നിങ്ങളെയൊക്കെ ചുമ്മാതെ കിടക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഓർക്കും. കാരണം എനിക്കൊരുപാട് നിങ്ങളെ സപ്പോർട്ടാണ്. ഇപ്പോൾ എനിക്ക് ഒരുമാതിരി എൻ്റെ നല്ല രീതിയിൽ എൻ്റെ ചാനൽ വരുന്നുണ്ട്, എനിക്ക് വേണ്ട സപ്പോർട്ട് തരുന്നു, എനിക്ക് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് തരുന്നു, ഞാനതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇതെല്ലാം നിങ്ങളുടെ ഒരു സപ്പോർട്ടോട് കൂടിയാണ്. ദൈവം നിങ്ങൾക്കും നല്ലത് വരുത്തും. നിങ്ങൾ നല്ല മനസ്സിനുടമകളായിട്ടാണ് നിങ്ങൾക്ക് നമ്മുടെ എല്ലാ സമയം വിലയേറിയ സമയമാണ് അതെല്ലാം ഇട്ടിട്ട് ഓടി വന്ന ഒരു മെസ്സേജ് ആയാലും എനിക്ക് തരുന്നത്. പിന്നെ എൻ്റെ മോനെ സംബന്ധിച്ച് പറയാൻ എന്നോട് ഇന്നപ്പോഴേ പറഞ്ഞ് ഇമോഷണലൊന്നും ആയേക്കരുതെന്ന്. അവനാണ് എൻ്റെ എല്ലാം, അവനാണ്. അവന് വേണ്ടിയാണ് ദൈവത്തോട് എനിക്ക് ആയുസ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ ഭർത്താവ് പാല് മേടിക്കാൻ പോയേക്കുക. ഞങ്ങൾക്ക് 2:30 മണി സമയത്ത് ആ പാല് കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹം പോയേക്കുക. വന്നു കഴിഞ്ഞ് അദ്ദേഹം കൊണ്ട് ഒരു ദിവസം ഞാൻ വീഡിയോ ഇടിക്കുക. അപ്പം അവന് ഒന്നുകൂടി ഇഷ്ടം എന്നോടാണ്, അച്ഛനേക്കാളിൽ ഒരു പടി ഇഷ്ടം എന്നോടാണ്. അവൻ്റെ എല്ലാ ഹിതങ്ങളും സാധിച്ചു കൊടുക്കുന്നതും ഞാൻ. പുള്ളിക്കാരന് പച്ചക്കറി ഐറ്റംസ് ഇഷ്ടമല്ല, ഇറച്ചി, മീൻ ഇതൊക്കെയാണ്. അപ്പോൾ ഒരു സൺഡേ പറഞ്ഞ പോലെ തന്നെ സാറ്റർഡേയിൽ ഇതൊക്കെ സമ്മർദ്ദം ഉണ്ടാക്കും. എനിക്ക് പിന്നെ പേടിയാണ് കുറച്ചൊക്കെ, ഇങ്ങനെ ഇരിക്കുന്നൊരു മോനല്ലേ ഇങ്ങനെ, എന്നാലും പിന്നെ അവൻ്റെ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തു കൊടുക്കും. അപ്പോൾ എൻ്റെ മോനെ എല്ലാവരും കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്കൊരു ദിവസം മോൻ പറഞ്ഞ പോലെ നിങ്ങളുടെ എല്ലാ സൗകര്യവും നോക്കി നമുക്ക് ലൈവ് വന്ന് പ്രിയപ്പെട്ട നിങ്ങളുടെ എല്ലാവരുടെയും സമയം വിലപ്പെട്ട സമയമാണ്. നിങ്ങൾ ആ വിലപ്പെട്ട സമയത്തിൻ്റെ 1% അമ്മയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ എടുക്കുന്നുണ്ട്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ അത് കൂടി ചേർക്കുകയാണ്. പിന്നെ നമുക്ക് കൂടുതൽ സംസാരിക്കാം. സോ നിങ്ങൾ പറയുന്നൊരു ടൈമിൽ നിങ്ങളുടേതായിട്ടുള്ള ഫ്രീ ആയിട്ടൊരു ടൈമിൽ നിങ്ങൾ പറയുവാണെങ്കിൽ നമുക്ക് ലൈവ് വരാം. അതൊരു വീക്കെൻഡായാൽ കുറച്ചുകൂടി നന്നാവും. അപ്പോൾ എനിക്കും ജോയിൻ ചെയ്യാൻ പറ്റും. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചാനൽ ഒരുവിധം റീച്ച് ആവണം. നമുക്ക് എല്ലാവരെയും ഒരു മീറ്റപ്പ് വെക്കാം, ക്രമേണ വെക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇരുന്നതല്ലേ ഉള്ളല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ മോനെ ഈ പറഞ്ഞ പോലെ എല്ലാം ഡ്രസ്സുകളും എല്ലാം ഞാൻ അവന് സെലക്ഷൻ കൊടുക്കുക. മുടിയൊക്കെ ഞങ്ങൾ വളർത്തുക. ഇപ്പോൾ ഇതൊക്കെ എൻ്റെ സമയം പോക്കൊക്കെ ഈ മോനെ ഇവനോ ചുറ്റിപ്പറ്റി അപ്പോഴും എൻ്റെ അടുക്കലുണ്ട് ഞാൻ. എനിക്ക് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഈശ്വരൻ എനിക്ക് തന്ന വലിയൊരു വിഷമമാണ്. എന്നാലും ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. ഇത്രയും ദൈവം നല്ലൊരു ബുദ്ധിയൊക്കെ തന്ന കുഞ്ഞാണല്ലോ. അപ്പോൾ നടന്ന കുഞ്ഞുമാ എംകോ ഫിനാൻസിൻ്റെ സമയത്താണ് കുഞ്ഞിങ്ങനെ കാൽബറി ഷൂസിലായി. മോൻ്റെ കാലിനൊരു മുറി വന്നത് കരിയാൻ താമസിച്ചപ്പോൾ കാലിൻ്റെ ബാലൻസ് പോയി. അങ്ങനെ സെൻറ്റ് തോമസ് കോളേജ് കോഴഞ്ചേരി എംകോ ഫിനാൻസ് വരെ പഠിച്ച മോനാണ്. അപ്പോൾ എല്ലാം ദൈവം എനിക്ക് എൻ്റെ മോനെ എനിക്കും നല്ലത് വരാനും നമ്മൾക്കെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ കുഞ്ഞിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അവനും ഇനി ഒരു നല്ല ഭാവിയൊക്കെ ഉണ്ടാകണ്ടേ. എന്നും അച്ഛനും അമ്മയും കൂടെ കാണൂ. അതൊക്കെയാണ് എന്നിലുള്ള വിഷമതകൾ. അവസാനം ആ റോഡിലേക്ക് തന്നെ വരുമെന്നറിയാം. അതൊക്കെ എന്താ പറയുന്നത് അതെ ഞാനത് ഇനി അത് ഓർത്തിട്ട് ഞാൻ പറയാം. അപ്പം ശരി, ഇപ്പം തന്നെ 8 മിനിറ്റോളം ആകും. ശരി. അപ്പോൾ ശരി, തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. എല്ലാവർക്കും ഹാപ്പി ആശംസിച്ചുകൊള്ളുന്നു. എല്ലാ മക്കൾക്കും. ഞാൻ പേരെടുത്ത് പറയാത്തവരുണ്ടെങ്കിലും പെട്ടെന്നായതുകൊണ്ട് നമുക്ക് ഓർമ്മ വരാത്തതുകൊണ്ടാണ് നിങ്ങളെ എല്ലാം 1 by 1 ആയിട്ട് ഞാനിങ്ങനെ ഓർമ്മയിൽ എപ്പോഴും കൊണ്ട് എല്ലാവർക്കും വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കാം. സോ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ നന്മ നിറഞ്ഞ ഒരു വിഷു ആശംസിക്കുന്നു. സോ നമുക്ക് ഉടനെ കാണാം. നമുക്ക് ഉടനെ ഒരു ലൈവിലൊക്കെ വരാം. സോ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. സോ ബൈ ടിൽ വി മീറ്റ് അഗെയിൻ.